എനിക്കറിയാം പാർത്തൻ വളരെ നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം എങ്ങോട്ടേക്കാണ് പോകുന്നത്. പാലക്കാട് നമ്മൾ ഒരു ആവേശ പോര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഏത് ഭാഗത്തേക്ക് തിരിയുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. പക്ഷേ വയനാട് നമുക്ക് ഉറപ്പിക്കാം. വയനാട് മദാമ കൊണ്ടുപോയി. ഇനി ഒന്നും നോക്കാനില്ല. പ്രിയങ്ക ഗാന്ധി 47,217 വോട്ടിന്റെ ലീഡിൽ മുന്നേറുകയാണ്. അതായത് ആത്മവിശ്വാസത്തിൽ അങ്ങ് എന്താ സന്തോഷത്തിൽ നമ്മുടെ ഹരിയാനയിൽ വാങ്ങിച്ചു വെച്ച ലഡുവും ജിലേബിയും പാഴായില്ല എങ്കിൽ, അത് പൂത്തുപോയില്ല, നശിച്ചു പോയില്ല എങ്കിൽ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. വയനാട് ക്യാമ്പുകളിൽ, UDF ക്യാമ്പുകളിലും ജനങ്ങൾക്കും നിങ്ങൾക്ക് വിതരണം ചെയ്യാം. അത് പാഴായി അത് കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കടത്താം എന്നുള്ളതാണ്. എന്തായാലും BJPയുടെ ലീഡ് പാലക്കാട് കുറയുമ്പോഴും വയനാട് UDF അടിച്ചു തകർക്കുകയാണ്. ഇതെങ്ങോട്ടാണ് അംബാനെ ഈ പോക്ക് പോകുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്. എന്ത് പറയുന്നു വയനാടിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം കാണുമ്പോൾ, UDFന്റെ ഈ ഒരു വല്ലാത്തൊരു തേരോട്ടം കാണുമ്പോൾ? ധന്യ പറഞ്ഞതുപോലെ വയനാട് അടിച്ചു കയറുകയാണ് പ്രിയങ്ക ഗാന്ധി. പക്ഷെ ഞാനിതിൽ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് ഒരു കോൺഗ്രസിന്റെ ഒരു എന്താണ് ലോക്കൽ നേതാവോ, ഒരു ബ്ലോക്ക് കമ്മിറ്റി മെമ്പറോ, അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളൊരു നേതാവോ പോട്ടെ, ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് പോലുമല്ല. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, 3 നേതാക്കളിൽ ഒരാൾ എന്ന് പറയാം. അതായത് മല്ലികാർജുൻ ഖർഗെയൊക്കെ എന്താണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഡമ്മി ഒരു സ്ഥാനം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനെ നയിക്കുന്നത് 3 പേരാണ്. അത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. അതിലിപ്പോൾ അധികാരം പൂർണ്ണമായും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കൈകളിലേക്ക് എത്തിയിരിക്കുന്നതാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മൊത്തം. അതിൽ KC വേണുഗോപാലിന് നിർണായകമായ പങ്കുമുണ്ട്. പക്ഷേ എന്താണ് പ്രിയങ്ക ഗാന്ധിയെ നിർണായകമായ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുമ്പോൾ അവർ ചെയ്ത ഒരു വലിയ പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെ ഉത്തരേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാതെ നേരെ ഏറ്റവും സുരക്ഷിതമായ വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാതിരിക്കാൻ അവരെടുത്ത തന്ത്രം എന്ന് പറയുന്നത്, ഇതാ രാഹുൽ വയനാട്ടിൽ നിന്ന് പോകുന്നു, പകരം നിങ്ങളെ കൈവിടാതിരിക്കാൻ എൻ്റെ പ്രിയ അനുജത്തിയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഓക്കെ, എല്ലാം സിമ്പിളാണ്. പക്ഷെ മറുഭാഗത്ത് BJPയോടാണ് നിങ്ങൾ എതിരിടുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കരുത്. മോദിയെ ഭയമാണ്. ഇന്ത്യ മുന്നണി എന്നല്ലേ അവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഇന്ത്യ മുന്നണിക്ക് BJP ഭയമാണ്. മോദിക്ക് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞു, അതോ ശരിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കൂടുകയും ചെയ്തു വയനാടായതുകൊണ്ട്. ഈ വയനാടിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വയനാട് ജയിക്കുമെന്നുള്ളത് ഒരു സ്ഥിരം കേട്ടുകേൾവിയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തേക്ക് BJP വന്നു എന്നുള്ളതാണ്. K. സുരേന്ദ്രനല്ലേ അവിടെ മത്സരിച്ചത്. ആ സമയത്ത് പോലും സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കിയിട്ട് പോലും അത്തരത്തിലൊരു നിലപാട് സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ പോലും പലരും അതിനെ ആശങ്കയോടെ കണ്ടെങ്കിലും സുരേന്ദ്രൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. സുരേന്ദ്രൻ 2ാം സ്ഥാനത്തേക്ക് വന്നു. 2ാം സ്ഥാനത്തേക്കല്ല, സുരേന്ദ്രൻ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷെ വോട്ട് ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഈ പറയുന്ന സുൽത്താൻ ബത്തേരിയിൽ ഗണപതി വട്ടം ആക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് പോലും സുരേന്ദ്രന് ഗണ്യമായ വോട്ട് വർധനയുണ്ടായി. ഏകദേശം 1 ലക്ഷം വോട്ടിന്റെ അടുത്ത്, 1.5 ലക്ഷം വോട്ടിന്റെ അടുത്ത് സുരേന്ദ്രൻ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വയനാട്ടിൽ ഏറ്റവും നിർണായകമായ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെയാണ് BJPയുടെ വിജയം പാർത്ത. ഇതിപ്പോ ഏത് കോൺഗ്രസിന്റെ ആര് വന്ന് നിന്നാലും ഈ ഭൂരിപക്ഷം കിട്ടില്ലായിരിക്കും, പക്ഷെ കോൺഗ്രസ് അവിടെ വിജയിക്കും. BJP പിടിക്കുന്ന വോട്ടിന്റെ കണക്കാണ്. അവർ ഈ ലോക ശ്രദ്ധ നേടുന്ന കുടുംബ വാഴ്ചയിലെ ഒരാളിനെ കൊണ്ടുവച്ചിട്ടല്ല അവർ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കേരളത്തിലെ കോൺഗ്രസിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മതിപ്പുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ എന്ന് പറയുമ്പോൾ ഇവരാരും രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള കഴിവ് തെളിയിച്ച് വന്നവരല്ല. ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയെ പോലെ ചായ വിറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ വിറ്റ് RSSന്റെ ഏറ്റവും താഴ്ന്ന പ്രവർത്തകരിൽ നിന്നൊരാളായി കയറി വന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പടികേട്ട ഒരു മുഖ്യമന്ത്രി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നുവെങ്കിൽ എവിടെ നിന്നാണ് ആ പ്രധാനമന്ത്രി വന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയ്ക്ക് എന്താണ് രാഷ്ട്രീയത്തിലുള്ള ഒരു അനുഭവ സമ്പത്തില്ല, അതുപോലെ തന്നെ പാരമ്പര്യമില്ല, രാഷ്ട്രീയ പ്രവർത്തനം അടിത്തട്ടിൽ നടത്തിയിട്ടുള്ള ശീലമില്ല പ്രിയങ്കയ്ക്ക്. പക്ഷെ തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി, അതായത് ഇന്ദിരാഗാന്ധിയുടെ തനി സ്വരൂപമുള്ള 2ാം ഇന്ദിര എന്നറിയപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി അവിടെ നേടിയിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരാജയമായിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വഖഫ് വിഷയത്തിൽ ക്രിസ്ത്യാനികൾ
ആളുകളുടെ വോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമുണ്ട്. ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ഒട്ടേറെ ജനങ്ങൾ അവരുടെ ജീവനും പ്രാണനുമായ ആളുകളെ നഷ്ടപ്പെട്ട് ഏങ്ങലടിച്ച് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് വോട്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. ആ ജനതയുടെ കണ്ണുനീരിനൊരു പരിഹാരവും കാണാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പാർലമെന്റിൽ ഇവർക്ക് വേണ്ടി ശബ്ദമുയർന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പൂത്ത അരി കൊടുത്തപ്പോൾ അത് പഞ്ചായത്തിന്റെ വീഴ്ചയല്ല സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് തട്ടിക്കളിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ കണ്ടു. പക്ഷേ ഞാൻ പറയുന്നത് ഇവർ ഈ പ്രിയങ്ക ഗാന്ധി 1 ലക്ഷമോ 1.5 ലക്ഷമോ 2 ലക്ഷമോ വോട്ട് ഭൂരിപക്ഷം നേടിയാലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഇവർ പറയുന്നത് 5 ലക്ഷം മസ്റ്റാണ് എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ലക്ഷം വോട്ട് പ്രിയങ്കയ്ക്ക് 54,018 വോട്ട് 50,000 1/4 ലക്ഷം വോട്ട് കടന്നു. 1/4 ലക്ഷം വോട്ട് കടന്നോട്ടെ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. 5 ലക്ഷം വോട്ട് കടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെ പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവിടെ വന്ന് മത്സരിക്കുമ്പോൾ അതൊരു കോൺഗ്രസിന്റെ കോട്ട കൂടിയായിരിക്കുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി അല്ലാതെ വേറെ ആരാണ് ജയിക്കുക എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ലൂസിഫർ സിനിമയിൽ നമ്മുടെ മറ്റേ അച്ഛനെ പോലെ മകനെ ആക്കാൻ വേണ്ടി നമ്മുടെ ടൊവിനോ തോമസിനെ മറ്റേ മുടി നരപ്പിക്കുന്നു, കണ്ണാട വയ്ക്കുന്നു, മുണ്ടുടിപ്പിക്കുന്നു. ആ രീതിയാണ് പ്രിയങ്ക ഇന്ദിരാഗാന്ധിയുടെ ഒരു ഇത് വരാൻ വേണ്ടി പിന്നെ തലമുടി ഒരു സൈഡിലേക്ക് കോതുന്നു. അതായത് ഒരു മൊത്തത്തിലൊരു ചേഞ്ച് ഇന്ദിരാഗാന്ധിയുടെ. കാരണം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ഉരുക്ക് വനിതയെ കേരളത്തിലെ ജനങ്ങളെല്ലാം ഇപ്പോഴും ഇന്ദിരയുടെ പാർട്ടി എന്ന് പറയുന്നവരാണ്. ഇന്ദിരയുടെ പാർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ജനത കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിയെ പോലൊരാളെ കൊണ്ടുവന്നാൽ ഇനി സോണിയ വന്ന് മത്സരിച്ചാലും ജയിക്കും, സോണിയാഗാന്ധി വന്ന് മത്സരിച്ചാലും അവിടെ ജയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വലിയ സംഭവമായി കോൺഗ്രസ്സുകാർ ഉയർത്തി കാണിക്കേണ്ട. അത് വലിയ സംഭവമല്ല. നിങ്ങൾക്കൊരു പ്രാദേശിക നേതാവിനെ നിർത്തി അവിടെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യം, BJP പരീക്ഷിച്ചത് നവ്യ ഹരിദാസ് എന്ന് പറയുന്ന പുതിയൊരു പുതുമുഖത്തെയാണ്. ആ നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കൃത്യമായി അറിയാം, കൃത്യമായി മറുപടി പറയുന്ന, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന ഈ എന്താണ് ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു യുവ വനിതാ നേതാവാണ് നവ്യ ഹരിദാസ്. പക്ഷേ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച വോട്ടിനടുത്തേക്ക് BJP എത്തിയിട്ടില്ല എങ്കിൽ അത് BJPക്ക് രാഷ്ട്രീയപരമായി BJP ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് BJP പോകുമെന്ന് മാത്രമല്ല ഈ സുരേന്ദ്രന് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളാണ് എന്ന് കൂടെ നമ്മൾ അത് പറയേണ്ടി. സുരേന്ദ്രന് വയനാട്ടിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ ഇത്തവണ നവ്യ ഹരിദാസിനെ നിർത്തിയതിലല്ല. BJP പുതിയ പുതിയ ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സ്വാഗതാർഹം തന്നെയാണ്, ഇതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ചിത്രം കണക്കിലെടുത്തുകൊണ്ട്, ഒരു രാഷ്ട്രീയ പടയോട്ടം കണക്കിലെടുത്തുകൊണ്ട് സുരേന്ദ്രൻ തന്നെ ഇത്തവണ വയനാട്ടിൽ മത്സരിക്കുന്നതായിരുന്നു കുറച്ചുകൂടി പിന്നെ എന്താ പറയുക കോൺഗ്രസിന്റെ വോട്ട് കുറയാൻ കുറച്ചുകൂടി അത് പ്രയോജനപ്പെട്ടനെ എന്നുള്ളതാണ്. എന്തായാലും വയനാട്ടിൽ പ്രിയങ്കയുടെ തേരോട്ടം പടയോട്ടം ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വയനാട് നിങ്ങൾ ഏതെങ്കിലും പാർത്താൻ പറഞ്ഞതുപോലെ ലോക്കൽ നേതാവിനെയോ ഏതെങ്കിലും ബ്രാഞ്ച് തലത്തിലുള്ള നേതാവിനെയോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു പുതിയ നായകനെ വെച്ച് നിങ്ങൾ പരീക്ഷണം നടത്തിയിട്ട് ഇത്രയും വോട്ട് ഇതിന്റെ പകുതി വോട്ട് പിടിച്ചെങ്കിലും അവിടെ കോൺഗ്രസ് മുന്നിലാണ് എന്ന് നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഇതിപ്പോ പ്രിയങ്ക വലിയൊരു സെലിബ്രിറ്റി, വലിയൊരു നേതാവിനെ റോബർട്ട് വാദ്ര വന്ന് നിന്നാലും ജയിക്കും വയനാട്. അതാണ് പിന്നെ കോൺഗ്രസിന്റെ ഒരു കുടുംബ വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തവണ പ്രിയങ്കയെ മാറ്റിയിട്ട് റോബർട്ട് വാദ്ര ആയിരിക്കും എനിക്ക് തോന്നുന്നു വയനാട് മത്സരിക്കാൻ പോകുന്നത്. വയനാടിന്റെ ലോക്സഭാ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലാത്ത ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്നുള്ള അതുകൊണ്ട് വലിയ രീതിയിലുള്ള പിന്നെ ചാനലുകൾ വലിയ രീതിയിൽ തേരോട്ടം നടത്തുന്നു, 1/4 ലക്ഷം ഇതൊന്നും ഒരു സംഭവമല്ല. വയനാട് പിന്നെ പ്രിയങ്ക ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി നിന്നാലും റോബർട്ട് വദ്ര നിന്നാലും ഇനി പ്രിയങ്കയുടെ മക്കൾ നിന്നാലും സോണിയാഗാന്ധി നിന്നാലും അവിടെ കോൺഗ്രസേ ജയിക്കുള്ളൂ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പുതിയ നേതാവിനെ കൊണ്ടുവന്ന് അടുത്ത തവണയെങ്കിലും പരീക്ഷിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.